നമസ്കാരം. പശ്ചിമ ബംഗാളിലെ ഇലക്ഷൻ റാലിക്കിടെ യോഗി ആദിത്യനാഥ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റോഡരികിൽ ഉത്തർപ്രദേശിൽ നിസ്കാരം ഉണ്ടാകില്ല. മറ്റൊന്ന്, പള്ളികളിൽ നിന്ന് ബാങ്ക് വിളികൾ ഉയർന്നു കേൾക്കില്ല. ഇങ്ങനെ രണ്ട് കാര്യമാണ് പറഞ്ഞത്. വലിയ പ്രതിഷേധമാണ്. പ്രത്യേകിച്ചും മലയാളി മാപ്രകൾക്കിടയിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു കേട്ടുകൊണ്ടേയിരിക്കുന്നു. വലിയ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യം യോഗി ആദിത്യനാഥ് പറഞ്ഞത് മാതിരിയാണ് ഇത്തരത്തിലുള്ള വലിയ പ്രസ്താവനകൾ വരുന്നത്. പക്ഷേ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ, എന്താണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത് എന്ന്. റോഡരികിൽ നിസ്കാരം പാടില്ല. റോഡരിക് എന്ന് പറയുന്നത് നിസ്കരിക്കാനുള്ള ഇടമല്ല, അത് മനുഷ്യർക്ക് നടക്കുവാനുള്ള ഇടമാണ്. റോഡ് പൊതുനിരത്ത് എന്ന് പറയുന്നത് വാഹനങ്ങൾ കൊണ്ടുപോകുവാനും വാഹനങ്ങൾക്ക് പോകുവാനുമുള്ള ഇടമാണ്. അങ്ങനെ അവിടെയൊക്കെ നിസ്കരിച്ചുകൊണ്ട് റോഡ് ബ്ലോക്ക് വരുത്തുവാനായിട്ട് സമ്മതിക്കില്ല. അത് വളരെ കൃത്യമായിട്ട്, വളരെ നല്ല നിലയിൽ എല്ലാവർക്കും തുല്യമായിട്ട് അവകാശങ്ങളെ വിനിയോഗിക്കുവാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കലാണ്. അല്ലാതെ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ആരാധനാ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ഇടങ്ങളല്ല പൊതുനിരത്തുകൾ മനുഷ്യന് സഞ്ചരിക്കേണ്ട ഇടങ്ങളാണ്. അപൂർവം ചില സമയങ്ങളിൽ ചില റാലികൾ ഒക്കെ നടക്കാറുണ്ട് എന്നതൊഴിച്ചാൽ അവിടെ പൊതുനിരത്ത് എന്ന് പറയുന്നത് മനുഷ്യന് ഗതാഗതം ചെയ്യേണ്ട ഇടമാണ്. അത്തരം ഇടങ്ങളെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ പാടുള്ളതല്ല. അത് ജനാധിപത്യപരമായി ലഭിക്കുന്ന ഒരു അവകാശവുമല്ല, ഒരു അധികാരവുമല്ല. അത് എങ്ങനെയാണ് മതപരമായിട്ടുള്ള മതനിന്ദയായി മാറുന്നത്? മറ്റൊരു കാര്യം, പള്ളികളിൽ നിന്ന് ബാങ്ക് വിളികൾ ഉയരില്ല എന്ന് പറയുന്നത് അവരുടെ അവകാശത്തെ നിഷേധിക്കുന്ന കാര്യമല്ല അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കോളാമ്പികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ബാങ്ക് വിളികൾ, അതായത് കോളാമ്പി വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ശബ്ദ മലിനീകരണം പാടില്ല എന്ന് പറയുന്നത് കോടതി തന്നെ നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോഴും വളരെ സുഗമമായിട്ട് ഈ കാര്യം ചെയ്യുന്നുണ്ട്. ഇത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും യോജിച്ച കാര്യവുമല്ല. എല്ലാവരെയും പോലെ തുല്യ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് തുല്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് എല്ലാ മതസമൂഹങ്ങളും ആഗ്രഹിക്കേണ്ടത്. അത് അനുവർത്തിക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്. യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാകുന്നു. ആ യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാകുന്നതിന് ഇന്ന് പരസ്യമായിട്ട് രാജ്യത്തിനകത്ത് പ്രതിപക്ഷം എതിർക്കുന്നു, മതനിന്ദ നടത്തുന്നു, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള അധികാരാവകാശങ്ങൾ നടത്തുവാനുള്ള ഒരു അവകാശം ഭാരതത്തിലില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഒരു മതത്തിനും അവകാശപ്പെട്ടുള്ള കാര്യവുമല്ല. എല്ലാ മതസ്ഥർക്കും തുല്യമായ നീതിയും നിയമവും നിയമ സംവിധാനങ്ങളും ഒക്കെ തന്നെയാണ് സിവിൽ നിയമങ്ങളുടെ കാര്യത്തിലായാലും ക്രിമിനൽ നിയമങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ രാജ്യത്ത് നടപ്പിലാകേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് രാജ്യത്തിൻ്റെ ഭരണകൂടം ശബ്ദമുയർത്തേണ്ടതും ആ രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും. അല്ലാതെ 370 പിൻവലിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ രാജ്യത്ത് GST നടത്തുവാൻ പോകുമ്പോഴോ വനിതാ സംവരണ ബില്ല് നടപ്പിലാക്കുവാൻ പോകുമ്പോഴോ ഒന്നും മതത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ ഏതെങ്കിലും നിയമങ്ങളെ, അവകാശങ്ങളെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിയമങ്ങൾ, എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവകാശ പ്രഖ്യാപനങ്ങൾ എന്ന് വേണ്ടുള്ള സമരങ്ങളൊക്കെയും നടത്തുവാനല്ല അവർ തീരുമാനിക്കേണ്ടത്. ചില ടൂൾ കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്ക് അത്തരം നിയമങ്ങൾ കൊണ്ടുപോയി, അത്തരത്തിലുള്ളതായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തി, ചില സമരങ്ങൾ നടത്തി രാജ്യത്ത് അന്തഛിദ്രം ഉണ്ടാക്കലല്ല രാജ്യത്തെ പ്രതിപക്ഷത്തിൻ്റെ പണി. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തെ വളരെ കൃത്യമായിട്ട് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യം മാധ്യമം എന്ന നിലയിൽ, ഒരു മാധ്യമധർമ്മം എന്ന നിലയിൽ അത് നടപ്പിൽ വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിക്കേണ്ടി വരുന്നതും. ഇന്ന് പുഷ്കർ സിംഗ് ധാമി ഉത്തരാഖണ്ഡിൻ്റെ മുഖ്യമന്ത്രി ചില പ്രഖ്യാപനങ്ങൾ നടത്തുകയുണ്ട്. ഉത്തരാഖണ്ഡ് അവിടുത്തെ എഡ്യൂക്കേഷണൽ ബോർഡ് കുറച്ചുകൂടി ജനകീയമാക്കുന്നു. എങ്ങനെയാണ് ജനകീയമാക്കുന്നത്? മദ്രസ ബോർഡുകൾ പിരിച്ചുവിട്ട് മദ്രസ നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് കുട്ടികളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ നിന്ന് മാറ്റി ഒരു ഏകീകൃത സംവിധാനത്തിന് കീഴിൽ അവിടുത്തെ എഡ്യൂക്കേഷണൽ ബോർഡ് കൊണ്ടുവരുന്നു. സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ എങ്ങനെയാണോ എഡ്യൂക്കേഷണൽ പോളിസി, ആ എഡ്യൂക്കേഷണൽ പോളിസി അനുസരിച്ച് സിലബസിനനുസരിച്ചുള്ള പാഠ്യപദ്ധതികൾ കുട്ടികൾ പഠിച്ചാൽ മതി. അവർ സയൻസ് പഠിക്കുന്നു, കെമിസ്ട്രിയോ ബയോളജിയോ അല്ലെങ്കിൽ ഫിസിക്സോ കമ്പ്യൂട്ടർ സയൻസോ എന്ത് തന്നെയായാലും, ചരിത്രമോ ഭൂമിശാസ്ത്രമോ എന്ത് തന്നെയായാലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് നടപ്പിൽ വരുത്തുന്ന ആ സിലബസ് കുട്ടികൾ പഠിച്ചാൽ മതി. അല്ലാതെ മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ പിറകെ നടന്ന് അതിനെ ഒരു എഡ്യൂക്കേഷൻ സംവിധാനമാക്കി
വിദ്യാഭ്യാസ സംവിധാനമാക്കി മാറ്റിയെടുത്ത് ആ ഒരു രീതിയിൽ കുറച്ച് മതവിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരെ വഴിതെറ്റിച്ച് വിടുവാനല്ല, എല്ലാവരും ഒരു കാര്യം പഠിച്ചുകൊണ്ട് ഒരേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതായത് ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസം നേടിയെടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന പോളിസി അനുസരിച്ചുള്ള വിദ്യാഭ്യാസം നേടിയെടുത്ത് മുന്നോട്ട് പോകുവാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അല്ലാതെ മറ്റൊരു രീതിയിൽ ഞങ്ങൾക്ക് ഈ പാഠ്യപദ്ധതിയാണ് വേണ്ടത്, ഞങ്ങൾക്ക് ആ പാഠ്യപദ്ധതിയാണ് വേണ്ടത് എന്ന് ഓരോ മതസമൂഹവും ഓരോ ജാതി സമൂഹവും പ്രയത്നിക്കുന്ന ചിന്തിക്കുന്ന രീതിയിലല്ല സംസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, സംസ്ഥാനം ആ രീതിയിലല്ല ചിന്തിക്കേണ്ടത് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ ഉത്തരാഖണ്ഡ് മറ്റൊരു രീതിയിലേക്ക്, മറ്റൊരു ചിന്താധാരയിലേക്ക് വരികയാണ്. ഇത് രാജ്യവ്യാപകമായിട്ട് ഏകീകൃത സിവിൽ കോഡ് വരുന്നതിൻ്റെ ഒരു വഴിയൊരുക്കൽ തന്നെയാണ്. തീർച്ചയായിട്ടും അത്തരം നിയമങ്ങളാണ് രാജ്യത്ത് വേണ്ടത് എന്ന് പരിഷ്കൃത സമൂഹത്തെ അംഗീകരിക്കുന്ന എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട, ഇനി ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾ പോലും ഈ കാര്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതിനനുസരിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്, അവർ അത് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചിദാനന്ദ മുനിയെ പോലുള്ള ആൾക്കാർ, ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളം, ഉത്തരാഖണ്ഡ് പോലുള്ള ദേവഭൂമിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളാണ് അവിടെ വേണ്ടത്. അല്ലാതെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് മതമൗലികവാദികൾ പറയുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനമല്ല ഉത്തരാഖണ്ഡിൽ വേണ്ടത്. അത് ഭാരതത്തിലും അങ്ങനെയല്ല വേണ്ടത്. ഏകീകൃതമായിട്ട് ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുകയും വളരെ കൃത്യമായിട്ട് എന്താണോ പുരോഗമനാത്മകമായ പഠനരീതി, ആ പഠനരീതി അനുവർത്തിച്ചുകൊണ്ട് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് രാജ്യത്തെ സർക്കാരുകൾ ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കുവാനായിട്ട് പ്രതിപക്ഷം ഒരിക്കലും ശ്രമം നടത്തുവാനും പാടില്ല. പക്ഷേ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും അത്തരത്തിലുള്ള വിഘടനവാദ ശ്രമങ്ങളാണ്. ഭീകരവാദികൾക്ക് വെള്ള പൂശുവാനും ഇപ്പോൾ TCS പോലുള്ള ഇടങ്ങളിൽ പോലും ഇത്തരം കാര്യങ്ങളെ ന്യായീകരിക്കുവാൻ, അതായത് ഗ്രൂമിംഗ് ഗ്യാങ് പോലുള്ള കാര്യങ്ങളെ ന്യായീകരിക്കുവാൻ, നിദാഖാനെ ന്യായീകരിക്കുവാൻ, ഡാനിഷ് എന്ന് പറയുന്ന ഈ ഭീകരവാദിയെ ന്യായീകരിക്കുവാൻ, അവിടുത്തെ പെൺകുട്ടികളെ മറ്റൊരു രീതിയിൽ പറഞ്ഞ് പ്രലോഭിച്ച് മതനിന്ദ നടത്തിക്കൊണ്ട് പല കാര്യങ്ങളും അവിടെ നടപ്പിലാക്കി കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയ ഇത്തരത്തിലുള്ള ഭീകരവാദികളെ ന്യായീകരിക്കുവാനോ വെള്ളപൂശാനോ പോലും ആൾക്കാർ തയ്യാറായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നിരോധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ കർശനമായി ശിക്ഷിക്കേണ്ടതുമുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഒരു പൊതുവായ ചിന്താഗതി ഉണ്ടാകണം, ചിന്താധാര ഉണ്ടാകണം. മറ്റു മനുഷ്യരെ ദ്രോഹിക്കുവാനും അല്ലെങ്കിൽ അവരുടെ മതം മാറ്റുവാനും പ്രേരണ കൊടുക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളല്ല വേണ്ടത്. ഭാരതത്തിൻ്റെ തനതായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനം വേണം. അത് പുരോഗമനാത്മകവുമായിരിക്കണം. ഇത്തരത്തിലുള്ളതായിട്ടുള്ള വലിയ സാധ്യതകൾ കൊടുത്ത് അത് എന്തോ വലിയ ജനാധിപത്യമാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഒരു ജനാധിപത്യവുമല്ല. ഈ നാട്ടിൽ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പോൾ വലിയ പ്രക്ഷോഭമാണ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് ഉണ്ടായത്. ആ പ്രതിപക്ഷത്തിന് തന്നെ ലാൽ ചൗക്കിൽ പോലുള്ള ഇടങ്ങളിലേക്ക് ചെന്ന് അവിടെ ത്രിവർണ്ണ പതാക ഉയർത്തുവാനുള്ളൊരു സാധ്യത കൊടുക്കുന്നത് എന്താണ്? അവിടെ ഇത്തരത്തിലുള്ള കരിനിയമങ്ങൾ എടുത്തു കളയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അത് കൃത്യമായ രീതിയിൽ നടപ്പിൽ വരുത്തേണ്ടതുണ്ട്. അത് വിദ്യാഭ്യാസ പദ്ധതിയായാലും ശരി, യോഗി ആദിത്യനാഥ് പറഞ്ഞതുപോലെ റോഡരികിലുള്ള നിസ്കാരങ്ങളുടെ കാര്യത്തിലായാലും ശരി, ഇനി ബാങ്ക് വിളികൾ ഈ കോളാമ്പിയിൽ കൂടി ഉയരുന്ന കാര്യത്തിലുള്ള അനുനയ തീരുമാനങ്ങളുടെ കാര്യത്തിലായാലും ശരി, ഇതൊന്നും തന്നെ രാജ്യത്തിന് ആവശ്യമുള്ള കാര്യമല്ല. രാജ്യത്തിന് ആവശ്യമായത് പുരോഗമനാത്മകമായി ചിന്തിക്കുന്ന ഒരു സമൂഹമാണ്. ഇനി ആരാധന നടത്തണമെങ്കിൽ അവരുടെ ആരാധനാലയങ്ങൾ, ഓരോ ആൾക്കാർക്കും ഓരോ മതസമൂഹത്തിനും അവരുടേതായ ആരാധന സംവിധാനങ്ങളുണ്ട്, ആരാധനാ രീതികളുണ്ട്. അത് അവരുടേതായ ആരാധനാലയങ്ങളിൽ ചെന്ന് മറ്റാർക്കും ശല്യമുണ്ടാകാത്ത രീതിയിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. ഇതാണ് എല്ലാ ആൾക്കാർക്കും നന്മ വരുത്തുന്ന ഒരു കാര്യം. ജനാധിപത്യപരമായ രീതിയിൽ ഒരാളുടെ മൂക്കിൻ്റെ തുമ്പ് വരെ മാത്രമേ, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നിൽ വരെ മാത്രമേ എനിക്ക് സ്വാതന്ത്ര്യമുള്ളൂ. ആ രീതിയിൽ ഒരു ഇൻടോളറൻസ് ഉണ്ടാക്കുവാനല്ല, അസഹിഷ്ണുത ഉണ്ടാക്കുവാനല്ല, ആ രീതിയിൽ ഒരു സഹിഷ്ണുത ഉണ്ടാക്കുവാൻ, അല്ലാതെ അതിന് വിപരീതമായിട്ട് ഒരു അസഹിഷ്ണുത ഉണ്ടാക്കുവാനല്ല ഒരു ശ്രമം നടത്തേണ്ടത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്.
നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.